നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ വന്ദന ആലോചിക്കുന്നത്? എനിക്ക് സംശയം വിക്രമിനെയാണ്. കാർ അപകടവുമായി ബന്ധപ്പെട്ട ആരൊക്കെയോ ആണ് ഇതിന്റെ പിന്നില്. അതാരാണെന്ന് നമുക്കറിയില്ലല്ലോ. ജഗൻ കൂട്ടിനുണ്ടെങ്കിലും കല്യാണം കഴിയാത്തൊരു പെണ്ണ് രാത്രികാലങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നത് അതോർക്കുമ്പോ ആളുകൾ എന്ത് പറയുന്ന എന്റെ പേടി. എന്റെ ഭഗവാനെ, അമ്മേ, അമ്മേ ഭഗവതി, എന്ത് പരീക്ഷണ ഇതൊക്കെ? എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞങ്ങളോട് ഇങ്ങനെ? ദേവോൾ എവിടെയാണെന്ന് അമ്മ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? വന്ദനിക്കും ജഗനും കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണേ ഭഗവതി. എന്റെ വന്ദനമോളുടെ ജീവനാ കുഞ്ഞ്. ദേവോൾക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ മോള്. അമ്മേ ഭഗവതി, കാത്തോണേ. അമ്മേ, എന്റെ ഭഗവതി. എന്തായി മനോജ്? ചോദിച്ചത് കേട്ടില്ലേ? മനോജ് നിക്ക്. എന്തായി മോനെ? മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ മനോജ്? ഒന്നും കിട്ടിയില്ല. ഈശ്വര, ദേമോൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യല്ലോ. ഹരിതേ, നീ ഈ സമയത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ പാടില്ല. അത് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ബാധിക്കും. മനോജ്, അത് ഒരു അമ്മ പ്രസവിച്ച കുഞ്ഞ്. മൊബൈൽ ഗ്രൂപ്പിലൊക്കെ ഫോട്ടോ സഹിതം വന്നു തുടങ്ങി. ഈശ്വര, കാല് വയ്യാത്ത കുഞ്ഞ. ഈ സ്കൂളുകാർക്കൊക്കെ എന്ത് ഉത്തരവാദിത്തം ഉള്ളത്? പൂർണ്ണ ഉത്തരവാദിത്തം അവർക്കുള്ളതല്ലേ? കുട്ടിയെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ആളല്ലേ പ്രകാശേട്ടൻ. എന്നിട്ട് എന്തിനാ ഇപ്പൊ അവളെ ഓർത്ത് സങ്കടപ്പെടുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്. മോളിവിടെ ഉള്ളപ്പോ അവളെ വഴക്ക് പറഞ്ഞത് ഓർത്താ എനിക്ക് സങ്കടം. വഴക്ക് പറയുന്നവർക്ക് സ്നേഹമില്ലെന്ന് കരുതരുത്. പ്രകാശേട്ടൻ അവളെ വേണ്ടോളം സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. മനോജ്, പ്രകാശേട്ടൻ ഒരച്ഛനാ. ഡിയമോളെ ചിലപ്പോഴൊക്കെ വഴക്ക് പറയെങ്കിലും സ്നേഹമില്ലെന്ന് പറയരുത്. കാലിന് സുഖമില്ലാത്ത കുട്ടിയാ. ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും? അവളെ ഭിക്ഷക്കാർ തട്ടിക്കൊണ്ടുപോയ കാര്യം വന്ദന പറഞ്ഞിട്ടുണ്ട്. അതോർക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്തായി? ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലും ഒക്കെ പോയിന്നാ പറയുന്നത്. ഭിക്ഷ തെണ്ടുന്നവരുടെ അടുത്ത് പോയിട്ടും കുട്ടിയെ കണ്ടില്ലത്രേ. പന്തിനെ ഒന്നുകൂടി ഫോണിൽ വിളിച്ചു നോക്കാം. വേണ്ട ചന്ദ്രു, അവളിപ്പോ കുട്ടി അന്വേഷിച്ച് നടക്കായിരിക്കും. വിളിച്ച് വെറുതെ അവളെ ടെൻഷനാക്കണ്ട.
വന്ദനെ ചായ കുടിക്കേ. വേണ്ട, ഇപ്പൊ ഒന്നും കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ആ മാനസികാവസ്ഥ എനിക്കുമില്ല. എന്നാലും മനസ്സൊന്ന് ഫോക്കസ് ചെയ്യാനും അടുത്ത നടപടി എന്താണെന്ന് സമാധാനത്തോടെ ചിന്തിക്കാനും ഒക്കെ ചായ നല്ലതാ. ഇത് കുടിക്കേ. മനസ്സിനെ ശാന്തമാക്കി ആലോചിക്കുക. ആരായിരിക്കും ദീമോളെ തട്ടിയെടുക്കാൻ സാധ്യത? നമ്മുടെ അന്വേഷണം എവിടെ നിന്ന് തുടങ്ങണം? അത് ആലോചിക്കേ. എന്താ വന്ദന ആലോചിക്കുന്നത്? എനിക്ക് സംശയം വിക്രമിനെയാണ്. അല്ല, വന്ദന എന്തായി പറയുന്നേ? വന്ദനയുടെ സ്വന്തം സഹോദരിയുടെ ഭർത്താവല്ലേ വിക്രം? അല്ല, വിക്രം എന്തിനാ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത്? കൂടുതലൊന്നും ചോദിക്കരുത്. ഒന്നും ഇപ്പൊ പറയാൻ എനിക്ക് പറ്റില്ല. എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയത് വിക്രമാണെന്നാണ് എന്റെ സംശയം. ശരി, ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ദിയമോളുടെ കാര്യത്തിൽ വന്ദന സംശയിക്കുന്നത് ആരെയായാലും അയാളെ എനിക്കും സംശയമാണ്. നമ്മൾ നേരിടാൻ പോകുന്നത് ശക്തനായ എതിരാളിയാണ്. അതിനുള്ള കരുതലോടും തയ്യാറെടുപ്പോടും കൂടി വേണം മുന്നോട്ട് പോവാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ വിപരീത ഫലമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. വന്ദന പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കുട്ടിക്ക് ഇതുവരെ ജീവന് അപകടമൊന്നും സംഭവിച്ചിരിക്കാൻ സാധ്യതയില്ല. നമുക്ക് വേണ്ടുവോളം സമയമുണ്ട്. എനിക്ക് എന്റെ തീമോളെ കിട്ടണം. ആ ചെന്നായിയുടെ കയ്യിൽ നിന്ന് എനിക്ക് എന്റെ തീമോളെ കിട്ടണം. എനിക്ക് എന്റെ തീമോളെ വേണം, വേണം. വന്ദന, 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 നിക്ക്. എന്താ ഇത്? റിലാക്സ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.